നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. വൈറൽ പനിയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്നതാണ്. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളിലും പനി സർവ്വസാധാരണമായിട്ടുണ്ട്. പനിക്ക് പല കാരണങ്ങളുണ്ടാകാം, കാലാവസ്ഥ മാറ്റം, വൈറൽ ഇൻഫെക്ഷൻ എന്നിങ്ങനെ. ഇന്ന് കുട്ടികളിലെ വൈറൽ പനിയാണ് ഡോക്ടർ ക്യൂവിൽ വിഷയം. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ വിനോദ് പോളാണ് സംശയങ്ങൾക്ക് മറുപടി പറയാൻ നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. എങ്ങനെയാണ് ഈ വൈറൽ പനി എങ്ങനെയാണ് കുട്ടികളിൽ പെട്ടെന്ന് കണ്ടെത്തുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ ഈ അണുബാധ കാരണം ഉണ്ടാകുന്ന പനികളിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആകാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ആകാം, വിച്ച് കോസസ് വൈറൽ ഫീവർ ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ കൂടുതലും കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്നത് വൈറൽ ഫീവേഴ്സ് ആയിരിക്കും. മോർ ദാൻ 50% മിക്ക ഇൻഫെക്ഷൻസും വൈറൽ ഫീവേഴ്സ് ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വൈറൽ ഫീവേഴ്സ് നല്ല ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും. ഒരു 102, 103 ആ ലെവലിലൊക്കെ നന്നായിട്ട് ഫീവർ പോകും. ആ ഫീവർ ഉള്ള സമയത്ത് കുട്ടിക്ക് ഭയങ്കര ക്ഷീണവും, അതുപോലെ തന്നെ ശരീരവേദന, ചിലപ്പോൾ ജോയിന്റ്സിലൊക്കെ വേദന, അങ്ങനത്തെ വേദനകളൊക്കെ വരും. അതേസമയം ഈ പനി വിട്ട് മാറി കഴിയുന്ന സമയത്ത് ഈ പൊതുവെ ഈ വൈറൽ ഇൻഫെക്ഷൻസിൽ, അധികം സീരിയസ് അല്ലാത്ത വൈറൽ ഇൻഫെക്ഷൻസിലൊക്കെ ഈ പനി ഇല്ലാത്ത സമയത്ത് വളരെ നോർമൽ ആയിരിക്കും. കുട്ടി ആക്റ്റീവ് ആയിരിക്കും, അലേർട്ടായിരിക്കും, ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നടക്കും. അതുകൂടാതെ പിന്നെ ഈ ചുമ, പനി, ഈ വൈറൽ ഫീവറിന്റെ കൂടെ കോൾഡ് കോഫ് കൊറൈസ സിംറ്റംസ് എന്ന് പറയാറുണ്ട്. അതായത് ഒരുപാട് മൂക്കൊലിക്കുക, മൂക്കടപ്പുണ്ടാകുക, ചുമയുണ്ടാകുക, തൊണ്ടയിൽ കിരികിരിപ്പ് ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഈ സിംറ്റംസ് ഒക്കെ നമ്മൾ URTI സിംറ്റംസ് എന്ന് പറയാമല്ലോ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന്റെ സിംറ്റംസ് ഒക്കെ നമ്മൾ കുറെ കാണാറുണ്ട്. അത് കൂടാണ്ട് കണ്ണൊക്കെ ഇത്തിരി കൺജസ്റ്റഡ് ആകും, ഒരുപാട് ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്ന പോലെ തോന്നും. ഇത് കൂടാണ്ട് ചില വൈറൽ ഫീവേഴ്സിൽ ചിലപ്പോൾ നമ്മൾ ലൂസ് സ്റ്റൂൾസും വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. എസ്പെഷ്യലി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിനെ ബാധിക്കുന്ന വൈറൽ ഇൻഫെക്ഷൻസിലാണ് ലൂസ് സ്റ്റൂൾസും വോമിറ്റിങ്ങും കാണാം. പൊതുവെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഇങ്ങനെ മൾട്ടി സിസ്റ്റം ആയിരിക്കും. അതായത് ജസ്റ്റ് ഒരു ചുമ, തൊണ്ടവേദന അങ്ങനെ ആയിരിക്കില്ല. അതും ലൂസ് മോഷനും രണ്ടും അങ്ങനെയൊക്കെ വരാവുന്ന രീതിയിലൊക്കെയുള്ള വൈറൽ ഫീവേഴ്സ് ആയിരിക്കും നമ്മൾ കാണുക. ഇതിൻ്റെ അകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിംറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഒരു 5 to 7 ഡേയ്സിനുള്ളിൽ തന്നെ സബ്സൈഡ് ചെയ്ത് ശരിയായി പിന്നെ കൊച്ചു നോർമലായിട്ട് പോകുന്ന ഒരു ഇതാണ് കാണാറ്. വൈറൽ ഫീവേഴ്സിനൊന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് സിംറ്റമാറ്റിക്, അതായത് പനി താത്തുക, വെള്ളം നന്നായിട്ട് കുടിപ്പിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു 5-7 ഡേയ്സ് നമ്മൾ കഴിയണ സമയത്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും സാധാരണ ഈ പനി താന്നു പോകാറുണ്ട്. അത് താഴാത്തപ്പോഴാണ് ഈ വേറെ ഏതെങ്കിലും അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പോലെ ഏതെങ്കിലും ഇൻഫെക്ഷൻസ് ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ട ആവശ്യം വരിക. കുട്ടികൾക്ക് വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വൈറൽ ഫീവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് കുട്ടിയുടെ പനി താത്തുക. അപ്പൊ ഈ പനി താത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ വീടുകളിലും ഉള്ള ഒരു മരുന്നാണ് പാരസിറ്റമോൾ, അല്ലെ. അപ്പോൾ അതിന്റെ ഡോസ് അനുസരിച്ച്, ഡോക്ടർ പറയുന്ന ഡോസ് അനുസരിച്ച് ആ പാരസിറ്റമോൾ നമ്മൾ കൊടുക്കുക. എന്നിട്ട് കൊടുത്തതിന് ശേഷം ഈ പനി താഴുന്നില്ലെങ്കിൽ കൊച്ചിനെ നമുക്ക് ടെപ്പിഡ് സ്പഞ്ച് ചെയ്യാം. അതായത് ലൂപ്പ് വാം വാട്ടർ, തണുത്ത വെള്ളമല്ല, ലൂപ്പ് വാം വാട്ടർ ഉപയോഗിച്ച് നല്ല ഒരു കോട്ടൺ തുണി ഇങ്ങനെ മുക്കി പിഴിഞ്ഞ് അത് അടി മുതൽ മുടി വരെ കൊച്ചിനെ നന്നായിട്ട് തുടച്ച് പതുക്കെ വിത്തിൻ 1 hour ആ ഫീവർ പതുക്കെ അങ്ങ് താന്നുള്ളൂ. അതിനുശേഷം ചിലപ്പോൾ അതിന്റെ എഫക്ട് കഴിഞ്ഞ് ഒരു 6 hours കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും പനിക്കാം. അപ്പോൾ വീണ്ടും ഇതേ രീതിയിൽ പാരസിറ്റമോൾ തന്നെ കൊടുത്ത് പനി താത്തുക എന്നാണ്. ഒരു ദിവസം ഒരു 3 to 4 ടൈംസ് വരെ ചിലപ്പോൾ കാൽപ്പോളൊക്കെ കൊടുത്തു. അത് കൂടാതെ നമ്മൾ ഈ വൈറൽ ഫീവേഴ്സിൽ നമ്മൾ കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആവും. ഇപ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് ഇഷ്ടംപോലെ വെള്ളം കുടിപ്പിക്കുക. അതുപോലെ തന്നെ വളരെ ഈ ആഹാരമൊക്കെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തും വെള്ളത്തിന്റെ അംശം കുറച്ച് കൂടുതലാകുന്ന സമയത്ത് കുട്ടിക്ക് കുറച്ചുകൂടിയും ഇതൊക്കെ ഹൈഡ്രേഷൻ സ്റ്റേറ്റസ് ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് സാധാരണ. ഈ വൈറൽ ഫീവേഴ്സ് ഒരു 5-7 ഡേയ്സ്, ഒരു 5 മുതൽ 7 ദിവസം വരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടി ഇമ്പ്രൂവ് ആകുന്നതാണ് നമ്മൾ സാധാരണ കാണാറ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കൊച്ചു പിള്ളേരിൽ, അതായത് 6 മാസത്തിന് താഴെയുള്ള കുട്ടികളിൽ ചിലപ്പോ ചെറിയൊരു പനിയാണെങ്കിലും അത് ചിലപ്പോൾ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ പനി 7 ദിവസം കഴിഞ്ഞിട്ട് മാറാതെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മളപ്പോ ഇത് വേറെ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആണോ നമുക്ക് നോക്കേണ്ടി വരും. തൃശ്ശൂരിൽ നിന്ന് ഷക്കീറാണ്. ഷക്കീർ, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. സാറേ, ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയെന്നൊന്ന് പറഞ്ഞുതരുമോ? ഈ കുട്ടി വൈറൽ ഫീവറിന്റെ ആണോ?
ആ അതെ. ആ, അപ്പൊ വൈറൽ ഫീവറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല പനിയായിരിക്കും, വളരെ ഹൈ ഫീവർ ആയിരിക്കും, ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും. നമ്മൾ തെർമോമീറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 102 ഡിഗ്രി 103 ഡിഗ്രി ഒക്കെ വരെ നമുക്ക് പനി കാണാൻ പറ്റും. അത് കൂടാണ്ട് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് കൂടുതലും അത് ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജലദോഷം, ചുമ, പിന്നെ തൊണ്ടയിൽ കിരികിരിപ്പ്, ചില സമയത്ത് തൊണ്ടയിൽ വേദന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കണ്ണ് ഇത്തിരി കൺജസ്റ്റഡ് ആയിരിക്കും, ഇത്തിരി ചുവപ്പ് പോലെ തോന്നാം, കുറച്ച് കൂടുതൽ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന ഒരു ഇതുണ്ടാകാം. ഇത് കൂടാതെ ഭയങ്കര ക്ഷീണമായിരിക്കും പനി ഉള്ള സമയത്ത്. പക്ഷെ പനി ഒന്ന് വിട്ടു മാറുന്ന സമയത്ത് ആള് കുറച്ചുകൂടി ആക്റ്റീവ് ആകും. അപ്പൊ ഭയങ്കര ക്ഷീണവും ശരീരവേദനയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാകാം. പിന്നെ വയറ്റില് GI സിംറ്റംസ് ചിലപ്പോൾ ഉണ്ടാകാം. ലൂസ് മോഷൻ, വളരെ വെള്ളം പോലെ വാട്ടറി ആയിട്ടുള്ള ഡയറിയാസ്, ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഛർദിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി സിംറ്റംസ്. അതൊക്കെ ഒരു സാധാരണ ഒരു വൈറൽ പനിയിൽ കാണുന്ന ചില സിംറ്റംസ് ആണ്. ചില വൈറൽ ഫീവേഴ്സ് ഇപ്പോൾ മസ്തിഷ്കത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില വൈറസുകളുണ്ട്. ഇപ്പൊ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ പനികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. ആ സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചിന്റെ പനി വിട്ടുമാറുമ്പോൾ കൊച്ചു വളരെ ആക്റ്റീവും അലേർട്ടൊക്കെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ ആയിരിക്കില്ല അവർ ഏത് നേരം ഉറക്കം, അല്ലെങ്കിൽ ഒരുപാട് കരഞ്ഞുകൊണ്ടേയിരിക്കുക, വളരെ ഇറിറ്റബിൾ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിറ്റ്സ് പോലെ എന്തെങ്കിലും വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ഇങ്ങനത്തെ ന്യൂറോട്രോപിക് വൈറസുകൾ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ ബാധിക്കുന്ന രീതിയിലുള്ള വൈറസുകളാണോ എന്ന് നമുക്കൊന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാതെ വളരെ നോർമൽ സാധാരണ രീതിയിലുള്ള വൈറൽ പനികളിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെയാണ്. അതിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരസിറ്റമോള് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ടെപ്പിഡ് സ്പഞ്ച് ചെയ്യുക, അതായത് കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് നമ്മൾ ഇങ്ങനെ ഒരു 5 മുതൽ 7 ദിവസം വരെ അതിനുള്ളിൽ ഈ പനി സബ്സൈഡ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. ശരി ഡോക്ടർ, പാലക്കാട് നിന്നാണ് അടുത്ത കോൾ. രാമൻ ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. സാറ് കുട്ടിക്ക് ഇപ്പോ പനിയുണ്ട് നന്നായിട്ട്, അതല്ലാണ്ട് ഈ നാക്കിന്റെ റൈറ്റ് സൈഡ് നല്ലൊരു എന്താ പറയാ പുണ്ണ് വരുന്ന പോലെ വന്നിരിക്കുന്നു. ആ വൈറൽ ഫീവറിന്റെ ഇതുകൊണ്ടാണോ? ഇങ്ങനെ വൈറൽ ഫീവർ കാരണമാണെന്ന് പറയാൻ പറ്റില്ല. പനി ഉണ്ടെങ്കിൽ ആ പനി ചിലപ്പോ വൈറൽ ഫീവർ ആകാം. എങ്ങനെയാണ് ആ പനി ഇല്ലാത്ത സമയത്ത് കുട്ടി ആക്റ്റീവ് ആണോ? പനി ഇല്ലാത്ത സമയത്ത് ആക്റ്റീവ് ആണ്. എനിക്ക് തോന്നുന്നത് റിലേഷനിൽ ഒരാൾ കോവിഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കോവിഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ വല്ലതാണെങ്കിൽ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് ഐസൊലേറ്റ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ മാനേജ് ചെയ്യാനായിട്ട്. അതാണെങ്കിലും നമ്മൾ കാൽപോളും, അതായത് പാരസിറ്റമോളും ഈ മരുന്നുകൾ തന്നെയാണ് അതിന്റെ മാനേജ്മെന്റ്. പിന്നെ നമ്മൾ കുറച്ച് മറ്റേ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, ഇപ്പൊ വൈറ്റമിൻ സി, ബി കോംപ്ലെക്സ് വൈറ്റമിൻസ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ കൊടുക്കും. വായിൽ പുണ്ണ് വന്നിരിക്കുന്നത് അത് എന്താ പറയാ, ചില സിങ്കിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബി കോംപ്ലെക്സ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയിലൊക്കെ ഇങ്ങനെ വായിൽ തൊലി പോവുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സാധാരണ ഒരു വൈറൽ ഫീവർ ആണെങ്കിൽ 5 to 7 days, 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ അത് മാറേണ്ടതാണ്. എന്തായാലും നമുക്ക് ഇപ്പൊ ഈ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ 6 മണിക്കൂർ ഇടവിട്ട് പനി താത്താനുള്ള മരുന്നല്ലാതെ ബി കോംപ്ലെക്സിന്റെ ഏതെങ്കിലും സിറപ്പ്, ലൈക്ക് പോളിബയോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സിറപ്പും അതിന്റെ കൂടെ സിങ്കിന്റെ സപ്ലിമെന്റും കൂടി. ഒരു എത്ര വയസ്സെന്നാ പറഞ്ഞ കുട്ടിക്ക്? ഹലോ, 1.5 വയസ്സ്. അപ്പോൾ സിങ്കിന്റെ സപ്ലിമെന്റും, അതായത് 20 mg സിങ്ക് ഒരു ദിവസം, അതും കൂടി ഇങ്ങനെ 2 ആഴ്ച വരെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാകാവുന്നതാണെന്ന് ഞാൻ തോന്നുന്നു. ശരി ഡോക്ടർ, ഈ ഡെങ്കിപ്പനി കുട്ടികളിൽ കാണാറുണ്ടല്ലോ, പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ കുട്ടികളിൽ ഡെങ്കിപ്പനി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഡെങ്കിയും ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു വൈറസാണ്. അപ്പോൾ ഇത് കൂടുതലും ഈ മഴക്കാലത്തും അല്ലെങ്കിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഏഡീസ് കൊതുക് വഴി ആ വെക്ടർ നമുക്ക് പരത്തുന്ന ഒരു കൊതുകാണ്. അപ്പോൾ നമ്മള് ഈ ഡെങ്കിക്ക് ചില വാർണിംഗ് സൈൻസ് എന്ന് പറയും. അതായത് വയറ് വേദന എടുക്കുക, ഛർദിക്കുക, അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്നതിൽ കുറവ് വരിക. ഒരു ദിവസം മിനിമം ഒരു 5-6 പ്രാവശ്യം ഒരു കുട്ടി മൂത്രം ഒഴിക്കുന്നതാണ് സാധാരണ. അതിനേക്കാളും കുറവ് മൂത്രം പാസ് ചെയ്യുക. അതുപോലെ തന്നെ എവിടെന്നെങ്കിലും ഇപ്പൊ മൂക്കിന്നാണെങ്കിലും അല്ലെങ്കിൽ പല്ല് തേക്കുന്ന സമയത്ത് ഗംസിന്നൊക്കെ ചെറുതായിട്ട് ചോര പൊടിയുക. ഇങ്ങനത്തെയൊക്കെ വാർണിംഗ് സൈൻസ് നമ്മൾ
കാണുവാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ആദ്യത്തെ 3 ദിവസം ഈ ഡെങ്കി ഫീവറിന്റെ തന്നെ ആദ്യത്തെ 3 ദിവസം സാധാരണ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണാറില്ല. ജസ്റ്റ് ഒരു പനിയാണ്, സാധാരണ ഒരു വൈറൽ പനി പോലെ തന്നെ കാണുന്നതാണ്. അതിനുശേഷം 3-ാം ദിവസം കഴിയുമ്പോൾ ഈ പനി ഒന്ന് ചെറുതായിട്ട് താഴും. ആ ദിവസങ്ങളിലാണ്, 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെ ദിവസങ്ങളിലാണ് സാധാരണ ഡെങ്കി പനിയുടെ ക്രിട്ടിക്കൽ ഫേസ് എന്ന് നമ്മൾ പറയുക. അപ്പൊ ആ സമയത്തായിരിക്കും ഞാൻ ഈ പറഞ്ഞ വാർണിംഗ് സൈൻസ് ഒക്കെ, അതായത് വയറുവേദന, ഛർദി, മൂത്രമൊഴിക്കുന്നതിൽ ഇത്തിരി കുറവ്, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ചെറുതായിട്ട് ബ്ലീഡിങ് ഗംസോ അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് കുറച്ച് രക്തമൊക്കെ അങ്ങനെ വരാം. അപ്പൊ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന കാരണം ഇങ്ങനെയൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 6 മാസത്തിന് താഴെയുള്ള കുട്ടിക്ക് നമ്മൾ എപ്പോഴും പനി വന്നാൽ അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഉടനെ തന്നെ നമ്മൾ പീഡിയാട്രിഷ്യന്റെ അടുത്ത് കാണിക്കുന്നതായിരിക്കും നല്ലത്. ഇൻഫൻസിയിൽ ഉണ്ടാകുന്ന ഡെങ്കി പനികൾ നമ്മൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് അസസ് ചെയ്യുന്നത്. അല്ലാത്ത 1 വയസ്സിന് മേലെ ഉള്ള ഡെങ്കി ഫീവേഴ്സ് ഈ വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കെയർഫുള്ളി ഹൈഡ്രേഷൻ തന്നെയാണ്, അതായത് IV ഫ്ലൂയിഡ്സ് കൊടുത്തും അല്ലെങ്കിൽ ഓറലി ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് അതിനെ മാനേജ് ചെയ്യുക. ഡോക്ടർ, ഒരു കോൾ വയനാട്ടിൽ നിന്നാണ്. സുൽഫത്ത് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, എന്റെ മകളെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ, കേൾക്കാം. എന്റെ മകളെ കുട്ടിക്കാണ് 3 വയസ്സായി. 5 മാസം പിന്നെ കൊറോണ വന്നിരുന്നു. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. 5 മാസം മുന്നേ കൊറോണ വന്നു. ഈ കൊറോണ വന്നു കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ എന്നും ആഴ്ചയിൽ പനിയും വയറുവേദനയും കാല് വേദന എന്ന് പറയുന്നത് എന്നും കൊണ്ടുപോയി കാണിക്കുമ്പോൾ അവര് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതില് മൂത്രത്തിൽ പഴുപ്പാന്ന് പറയും. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഇന്നലെയും കൊണ്ടുപോയി കാണിച്ചിട്ട് മൂത്രത്തിൽ പഴുപ്പാന്നാ പറയുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഇങ്ങനെ പനി വരികയാണ് മോന്. ഈ മൂത്രത്തിൽ പഴുപ്പാണെന്ന് പറഞ്ഞത് മൂത്രം പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ട് നോക്കിയിട്ടാണോ മൂത്രത്തിൽ പഴുപ്പാണെന്ന്? ആ റിസൾട്ട് കാണിച്ചിട്ടാണ് പറഞ്ഞത് മൂത്രത്തിൽ പഴുപ്പാന്ന്. ഈ മൂത്രം ഒഴിക്കുന്ന സമയത്ത് പൊള്ളലോ നീറ്റലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടിക്കുണ്ടോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുകയാണ്. പിന്നെ മൂത്രം ഒഴിക്കുമ്പോഴാണ് അതിന് വയറുവേദന. ഛർദിൽ അങ്ങനത്തെ എന്തെങ്കിലും? ഛർദി ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി. പിന്നെ മോന് മാസം ഒരു 9 മാസം തുടങ്ങിയ പാടുണ്ടായ മോനുമാണ്. 9 മാസം പൂർത്തിയായിട്ടില്ലേനു. അങ്ങനെ ഒരു മോന് കുറച്ച് ബ്ലഡിന്റെ കുറവിന്റെ ഇതെല്ലാം ഉണ്ടായിരുന്നു മോനിക്ക്. കൊറോണ വന്നപ്പോ അത് പരിശോധിച്ചപ്പോഴാണ് അതിന്റെ ഒക്കെ ഇങ്ങനെ ബ്ലഡ് കുറവുള്ളതിന്റെ എല്ലാം റിസൾട്ട് വന്ന് അതിന്റെ ടെസ്റ്റ് വന്നിട്ടൊക്കെ ഇതിനുള്ള മരുന്നെല്ലാം കഴിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ആൺകുട്ടിയാണോ അതോ? ആൺകുട്ടിയാ. 3 വയസ്സ്. 9-ാം തീയതിക്ക് 3 വയസ്സ് പൂർത്തിയായി. 4 തുടങ്ങി. കഴിഞ്ഞ 5 മാസമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പനി. എല്ലാ ഡോക്ടർമാരും മാറി ഇന്നലെ ഇപ്പൊ പനി ഭയങ്കര പനിയായിട്ട് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോഴാ പറഞ്ഞത് ഇങ്ങനെ എല്ലാ സ്ഥലത്ത് പോയാലും ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ മരുന്ന് കൊടുക്കും, പിന്നെ അത് കുടിച്ച് കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പനിക്കും. ഒരു മാസത്തിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും പനിയുണ്ട്. ഓക്കെ. അതായത് ആദ്യം തന്നെ നമ്മൾ ഈ പനി നമുക്ക് ഏകദേശം നമുക്കൊരു ഫോക്കസ് പിടികിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. മൂത്രത്തിൽ പഴുപ്പാകാനായിട്ടുള്ള ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ 5 മാസമായിട്ട് ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് മൂത്രത്തിൽ പഴുപ്പ്, അതായത് UTIs, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടിയും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് അത് എന്ന് മനസ്സിലാക്കി വേറെ എന്തെങ്കിലും ക്രോണിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. സാധാരണ യൂഷ്വലി നമ്മൾ ആൺപിള്ളേരിൽ പ്രത്യേകിച്ച് ഇങ്ങനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കാണാൻ പാടില്ല. ചില സാഹചര്യങ്ങളിൽ ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ വെസൈക്കോ യൂറേട്രിക് റിഫ്ലക്സ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ബ്ലാഡറിലേക്ക് യൂറിൻ കൊണ്ടുവരുന്ന 2 പൈപ്പുകളുണ്ട്, യൂറേറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ആ ബ്ലാഡറിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു വാൽവ് ഉണ്ട്. അതായത് തിരിച്ച് പുറകോട്ട് അത് യൂറിൻ റിഫ്ലക്സ് ചെയ്ത്, അതായത് പുറകോട്ട് അങ്ങനെ പോകില്ല, അതെപ്പോഴും ബ്ലാഡറിലേക്ക് തന്നെ ഇങ്ങനെ മൂത്രം വരുന്ന ഒരു ഇതാണ്.
അപ്പൊ ചില സമയത്ത് ഇങ്ങനെ റിഫ്ലക്സ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാൽ ഈ മൂത്രം തിരിച്ചു ചെന്ന് ഈ യുറേറ്ററിൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ കിഡ്നിയിൽ തന്നെ ചെന്നിട്ട് അവിടെ കുറച്ച് ബാക്ക് പ്രഷർ ഉണ്ടാക്കുക. അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ടെസ്റ്റുകളാണ്. അതായത് ഒന്ന് യൂറിനറി റൂട്ടീൻ മൈക്രോ, അതുപോലെ തന്നെ യൂറിൻ കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഏത് ഓർഗാനിസം ആണ് എന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് അതേ ടെസ്റ്റിന്റെ അതിൻ്റെ അകത്ത് തന്നെ യൂറിൻ കൾച്ചർ സെൻസിറ്റിവിറ്റിയിൽ നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള ആന്റിബയോട്ടിക് നല്ലൊരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവരെ കഴിക്കാം. അതൊന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഈ പറയുന്ന കിഡ്നീസും അവിടുന്ന് വരുന്ന ഈ പൈപ്പ് യൂറേറ്റേഴ്സും ബ്ലാഡറും അവിടുന്ന് പിന്നെ താഴേക്ക് വരുന്ന യൂറേറ്റർ അതൊക്കെ ആ സ്ട്രക്ചേഴ്സ് ഒക്കെ നോർമൽ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ചില സമയത്ത് കുറച്ച് കിഡ്നിയിൽ കുറച്ച് നീരൊക്കെ വെക്കുന്ന പോലത്തെ ഒക്കെ ചില ഫൈൻഡിങ്സ് കാണാറുണ്ട്. ആൻഡ് അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അൾട്രാസൗണ്ട് നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അത് അല്ലാതെ നമുക്ക് ചിലപ്പോൾ MCU മിക്ചറേറ്റിംഗ് സിസ്റ്റോ യൂറേറ്ററോഗ്രാം എന്ന് പറയും. താഴേന്ന് ഒരു ഡൈ പാസ് ചെയ്തിട്ട് ആ ഡൈ പോകുന്ന ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് അറിയാവുന്ന ഒരു എക്സ്റേ പോലത്തെ ഒരു ഇത് കാണും. അപ്പൊ ഈ 3 ടെസ്റ്റുകൾ സാധാരണ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു യൂറോളജി ഡോക്ടറിനെ കണ്ട് സമീപിച്ച് ആ ഇന്റർവെൻഷൻസ് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും. ഇതില് കോവിഡ് ആയിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് മാറ്റിവെക്കാം. ദിസ് ഇസ് എ റിക്കറന്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പറഞ്ഞു കേട്ടതനുസരിച്ച്. അപ്പോൾ അതിനെ ഈ രീതിയിൽ സമീപിക്കുന്നതായിരിക്കും നല്ലത്. ശരി ഡോക്ടർ. അടുത്ത കോൾ തിരുവനന്തപുരത്ത് നിന്നാണ് അനിത ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഡോക്ടർ, എന്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. 7 വയസ്സുണ്ട്. അപ്പൊ മോൾ ഇന്നലെ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ വിളിച്ച് പറഞ്ഞ മോക്ക് പനിയാണ്, പല്ല് വേദനയുണ്ട്, ടെമ്പറേച്ചറും ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ പാരസെറ്റമോളിന്റെ ടാബ്ലറ്റ് പകുതി വീതം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തിട്ടും മോക്ക് നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തുടച്ചെടുത്തോണ്ടിരുന്നു. അപ്പൊ രാത്രി ആയപ്പോഴത്തേക്കും കൊച്ച് ഛർദ്ദിക്കാൻ തുടങ്ങി. 2 പ്രാവശ്യം ഛർദ്ദിച്ച്. അങ്ങനെ പിന്നെ വീണ്ടും അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരൊരു ഇഞ്ചക്ഷനും കൊടുത്തിട്ട് ഛർദിന്റെ ടാബ്ലറ്റും തന്നു. അതും കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മോക്ക് ഒരു വിധത്തിൽ ടെമ്പറേച്ചർ കുറയുന്നില്ല. 6 മണിക്കൂറുടെ വിട്ട് 6 മണിക്കൂറിന് മുമ്പേ പാരസെറ്റമോൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ. അത്രയ്ക്കും നല്ല ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഒരു 5 മണിക്കൂറൊക്കെ ആയപ്പോ തന്നെ പാരസെറ്റമോൾ വീണ്ടും കൊടുത്തു. ഇപ്പോഴും നല്ല ടെമ്പറേച്ചർ ഉണ്ട് ഡോക്ടർ. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പോ പറഞ്ഞതനുസരിച്ച് കുട്ടി പറഞ്ഞു പല്ലില് വേദന എന്ന് പറഞ്ഞു അല്ലേ? ആദ്യം പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആ സ്ഥലത്ത് വല്ല അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോന്നും കൂടി നമുക്ക് നോക്കേണ്ടി വരും. അത് ഡോക്ടർ ഇപ്പൊ നമ്മള് മെഡിക്കൽ കോളേജ് ദന്ത കോളേജിലാണ് കാണിക്കുന്നത്. അവിടെ കൊണ്ടുപോയി മോക്ക് ഈ പല്ല് തന്നെ ഒന്ന് നോക്കിയെടുക്കുകയൊക്കെ ചെയ്ത് ഇതേപോലെ വേദന പറഞ്ഞപ്പോ അപ്പൊ അവര് മെയിൻ ഡോക്ടർമാരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പൊ മോക്ക് ഉപ്പിട്ട് വായിൽ വെള്ളം കൊണ്ട് മറ്റേ ഫ്ലെക്സോണിന്റെ സിറപ്പും തന്നു. അത് 3 ദിവസം കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വിട്ടത്. പക്ഷെ അത് നിർത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മോക്ക് വീണ്ടും ഇതേപോലെ ഇപ്പൊ പറയുന്ന നല്ല പനിയും ഉണ്ട്. അതായത് നമ്മുടെ പല്ലിന്റെ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ആ ഗംസില്, അതായത് അതിന്റെ മോണയുടെ ഇതിന്റെ അകത്തൊക്കെ നമ്മൾ കുറച്ച് ഇന്റർവീൻ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊരു പ്രൊസീജിയർ കഴിഞ്ഞാലും ഒരു ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ചെറിയൊരു ചാൻസ് എപ്പോഴും ഉണ്ട്. അപ്പോ ഈ കേസിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഡോക്ടർമാര് കണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ പിന്നെ നമുക്ക് അത് വിട്ട് ഈ പനി വേറെ എന്തെങ്കിലും കാരണമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. പറഞ്ഞ സിംറ്റംസ് അനുസരിച്ച് ഈ പനി ഇടയ്ക്കിടയ്ക്ക് വിട്ട് ആള് അല്ലെങ്കിൽ ആക്റ്റീവ് ആണല്ലേ? ഈ പനി ഉണ്ടെന്നല്ലാതെ പനി ഉള്ള സമയത്തുള്ള ആ പ്രശ്നമല്ല. അല്ലാതെ മുമ്പൊക്കെ പനി വരുന്ന സമയത്ത് നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പനി ഒന്ന് മാറുമ്പോഴത്തേക്കും വിയർക്കുകയും ചെയ്യും. പനി മാറുമ്പോൾ ഒത്തിരി ആക്റ്റീവായിട്ട് ഇരിക്കും. ഇതിപ്പോ ഇപ്രാവശ്യം പനി വന്നിട്ട് ചുമ്മാ ക്ഷീണവും കിടപ്പും ഈ ടെമ്പറേച്ചർ നല്ലതായിട്ട് ഇങ്ങനെ താരുന്നതുമില്ല. നമ്മൾ കുറച്ചെടുത്തോണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോ കൊടുക്കുന്ന ഡോസ് ശരിയാണോ? നമ്മള് ചിലപ്പോ വെയിറ്റ്, കൊച്ചിന്റെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടുള്ള ഡോസ് നമ്മൾ കൊടുത്തില്ലെങ്കിലും നമ്മൾ സാധാരണ ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ വെയിറ്റ് നോക്കിയപ്പോ 18.8 ഉണ്ട്. അപ്പൊ പാരസെറ്റമോളിന്റെ 500ന്റെ പകുതി വീതമാണ് കൊടുക്കുന്ന ടാബ്ലറ്റ്.
ഓക്കെ, അപ്പൊ അത് ഒരു സഫീഷ്യന്റ് ഡോസ് ആണ്. ആ ഡോസ് തന്നെ കൊടുത്ത് നന്നായിട്ട് ടെപ്പിഡ് സ്പഞ്ച് ചെയ്യാം. എവറി 6 hours നമുക്ക് കൊടുക്കാം. ഈ ഛർദി ഒട്ടും നിൽക്കാത്ത രീതിയിൽ നമ്മൾ മരുന്ന് കഴിച്ചിട്ടും ഛർദി നിൽക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചെക്ടബിൾസ് ഒക്കെ കൊടുത്ത് അങ്ങനെ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ എവിഡൻസ് കിട്ടും. ഈ ലാബിലെ കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയാൽ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ മുന്നോട്ട് ഫർദർ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ, നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ ക്യൂ തുടരുന്നു. ഡോക്ടർ, ഈ വൈറൽ ഫീവർ വരാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും എന്തെല്ലാമാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ ഭക്ഷണ കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ വേണം? അതായത് ഈ വൈറൽ ഫീവേഴ്സ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കണ്ടേജിയസ് ആണ്. ഒരാളിൽ നിന്ന് മറ്റേ അത് വ്യാപിക്കുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്, വളരെ റാപ്പിഡ് ആയിട്ടാണ്. നമ്മൾ അതുകൊണ്ടാണല്ലോ ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ഒരുപാട് ജാഗ്രതയും കാര്യങ്ങളൊക്കെ പാലിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഈ ഡിസ്റ്റൻസിങ്, എസ്പെഷ്യലി ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ജലദോഷം, ചുമ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കോസ് ചെയ്യുന്ന വൈറസുകൾ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസിലൂടെയാണ്. അതായത് നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അതിലൂടെ ഡ്രോപ്ലെറ്റ്സ്, അല്ലെങ്കിൽ തുമ്മണ സമയത്ത് ആ ഡ്രോപ്ലെറ്റ്സ്, അങ്ങനെയൊക്കെ ആ ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് കൂടുതലും ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ സാധാരണ പരക്കാറുള്ളത്. അപ്പോൾ അതുപോലെ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഈ വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ആള് കുറച്ച് ഐസൊലേഷൻ പാലിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിങ് ഒക്കെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വഴി നമുക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ ചില ഹൈജീനിക് ഹാബിറ്റ്സ്, ലൈക്ക് ഇപ്പൊ തുമ്മണ സമയത്ത് ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്ത് തുമ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ ഇത് നമുക്ക് തടയാൻ പറ്റും. പിന്നെ മറ്റേ വെക്ടർ ബോൺ ഡിസീസുകൾ, ലൈക്ക് ഇപ്പൊ ഡെങ്കിപ്പനിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഏഡീസ് കൊതുക് പരത്തുന്ന രീതിയിലുള്ള ഫീവേഴ്സ് ആണ്. അത് വളരെ സീരിയസ് ആയിട്ട് പോകാവുന്ന ചില പനികളാണ്. അതൊക്കെ നമുക്ക് ശുചിത്വം, അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ശുചിത്വം, വെള്ളം കിടക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക. അങ്ങനെ കെട്ടിക്കിടക്കുന്നത് കാണുവാണെങ്കിൽ അത് ഉടനെ തന്നെ ഇത് ചെയ്യാം. ആ റെഗുലർ ബേസിസിൽ വൃത്തിയാക്കി സറൗണ്ടിങ്സിനെ വെക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തടയാനായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ എസ്പെഷ്യലി മഴക്കാലത്ത് കൊതുകൊക്കെ കൂടുതലുള്ള സമയത്ത് മസ്കിറ്റോ നെറ്റ്സ് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെക്ടർ ബോൺ ഡിസീസുകളിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് യൂഷ്വലി ഇതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ശരി ഡോക്ടർ, ഈ ചികിത്സയുടെ കാര്യം എപ്പോഴാണ് കുഞ്ഞിന് അസുഖമായാൽ ഡോക്ടറെ സമീപിക്കേണ്ടത്? സാധാരണ ആളുകൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ട് സ്വയം ചികിത്സിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇപ്പോഴത്തെ, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അത് ശരിയല്ലല്ലോ. എപ്പോഴാണ് കുഞ്ഞിന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതില്ലേ? അപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെയും പറഞ്ഞിരുന്നല്ലോ, ഇപ്പോ അണുബാധകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതും ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നതും ഒക്കെ വൈറൽ ഫീവേഴ്സ് ആണ്. ഈ മിക്ക വൈറൽ ഫീവേഴ്സും ഒരു 50 to 60% ടൈംസിൽ അത് വളരെ സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും. അത് ഒരുപാട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. സോ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കുട്ടിക്ക് ജസ്റ്റ് പനി മാത്രമാണ് ഉള്ളതെങ്കിൽ ആ പനിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കാൽപോൾ കറക്റ്റ് ആയിട്ടുള്ള ഡോസ്, ഡോക്ടറെ സമീപിച്ച കറക്റ്റ് ആയിട്ടുള്ള ഡോസ് ഇത് ചെയ്ത് ആ 6 hourly ഇന്റർവെല്ലോ അല്ലെങ്കിൽ 8 hourly ഇന്റർവെല്ലോ പനി വരുന്ന സമയത്ത് അതിനനുസരിച്ച് നന്നായിട്ട് അത് കൊടുത്ത് നന്നായിട്ട് ടെപ്പിഡ് സ്പഞ്ച് ചെയ്ത് പനി താത്തി വെക്കുക. ഇതിന്റെ ഇടയ്ക്ക്, അതായത് പനിയുടെ എപ്പിസോഡ്സിന് ഇടയ്ക്ക് കൊച്ചിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും പനി തുടരുകയാണെങ്കിലാണ് പിന്നെ നമ്മൾ മറ്റ് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് വല്ലതും ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. അത് കൂടാണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതിയാവും. പക്ഷെ ചില സമയത്ത് കുട്ടികളാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അത് അമ്മയ്ക്ക് കണ്ടാൽ അറിയാം. അമ്മയാണ് ഏറ്റവും നല്ല പീഡിയാട്രിഷ്യൻ. അപ്പോൾ അമ്മയ്ക്ക് കാണുന്ന സമയത്ത് തോന്നുന്നതാണ് കൊച്ചിന്റെ ആക്ടിവിറ്റി ഒക്കെ ഒരുപാട് കുറഞ്ഞു, കൊച്ച് ഏത് നേരവും ഉറക്കാണ്, അല്ലെങ്കിൽ കൊച്ച് ഭയങ്കര കരച്ചിലാണ്, അതായത് ഒരുപാട് ഇറിറ്റബിൾ ആയിട്ട് ഇത് ചെയ്യാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും മരുന്ന് കൊടുത്തിട്ടും ഛർദ്ദി നിൽക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ കൊച്ച് യൂറിൻ പാസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 to 5 times per day ആണ് ഒരു കുട്ടി യൂറിൻ സാധാരണ പാസ് ചെയ്യുക. അതൊക്കെ ഒരു ദിവസം
3 times അല്ലെങ്കിൽ 2 times ഒക്കെ ആയിട്ട് കുറയുക, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇതൊക്കെ വാർണിംഗ് സൈൻസ് ആണ്. പിന്നെ അതിവേഗത്തിൽ ശ്വാസം എടുക്കുക. സാധാരണ ഒരു 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ റെസ്പിറേറ്ററി റേറ്റ് ഏകദേശം ഒരു 40യുടെ അടുത്തൊക്കെയാണ്. അപ്പൊ അതിനേക്കാളൊക്കെ കൂടുതൽ ബ്രീത്തിങ് റേറ്റ് ഒക്കെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ പക്ക് വലിയ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട്സ് കേൾക്കുക, വീസ് പോലെയൊക്കെ കേൾക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പനികളൊക്കെ ഈ രീതിയിൽ തന്നെ നമ്മൾ ജസ്റ്റ് മാനേജ് ചെയ്താൽ മതിയാവും. ശരി, വളരെ നന്ദി ഡോക്ടർ വന്നതിനും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിനും. ഡോക്ടർ ക്യൂ പൂർണ്ണമാവുന്നു. നമസ്കാരം.